ഹായ്, ഞാൻ സ്വാതി. ഇന്ന് 2026 മെയ് 3. ഇന്നാണ് നമ്മൾ എല്ലാവരും കാത്തുനിന്ന നീറ്റ് എക്സാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നല്ലോണം ഉറങ്ങി വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് രാവിലെ എണീച്ച് വളരെ ജെൻറ്റിൽ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്തു. ഇനി ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ എൻ്റെ അഡ്മിറ്റ് കാർഡും എൻ്റെ ID കാർഡും ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എക്സാമിന് പോവാൻ റെഡിയാക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ അഡ്മിറ്റ് കാർഡിന് 2 പേജാണുള്ളത്. അതിൽ ആദ്യത്തെ പേജിൽ മുകളിൽ ഒരു ബാർകോഡും നമ്മുടെ സിഗ്നേച്ചറും ആൻഡ് നമ്മുടെ ഫോട്ടോ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ആൻഡ് അതിൻ്റെ അടിയിലായിട്ട് 3 ബ്ലാങ്ക് കോളംസ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ കോളത്തിൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഒട്ടിക്കണം. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ തമ്പ് ഇംപ്രഷൻ വെക്കണം. ആൻഡ് മൂന്നാമത്തെ കോളം നമ്മുടെ സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവിടെ സിഗ്നേച്ചർ ഇടരുത്. എക്സാം ഹോളിലെത്തി ഇൻവിജിലേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമാണ് നമ്മൾ അവിടെ സിഗ്നേച്ചർ ഇടാൻ പാടുള്ളൂ. ആൻഡ് രണ്ടാമത്തെ പേജിൽ നമ്മൾ നമ്മുടെ ഒരു വലിയ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ കൂടെ ഒട്ടിക്കണം. അത്രയും ചെയ്താൽ അഡ്മിറ്റ് കാർഡിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. പിന്നെ നമ്മുടെ ID കാർഡും എടുക്കണം. ആധാർ കാർഡോ വോട്ടർ ID നിങ്ങളുടെ എന്താണോ ID പ്രൂഫ് അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നാളെ നമുക്ക് എക്സാം ഹോളിലേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാളെ എക്സാം ഹോളിലോട്ട് കൊണ്ടുപോകേണ്ടത്. എന്താ അതിന്റെ പേര്? അപ്പം ഞാൻ എക്സാം ഹോളിലോട്ട് ഇറങ്ങുകയാണ്. ട്രാഫിക്കൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട്. റിപ്പോർട്ടിംഗ് ടൈമിന് മുന്നേ തന്നെ എത്താലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ. വളരെ സട്ടിലായിട്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു തരത്തിലുള്ള വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റലിൻ്റെയൊക്കെ പ്രസൻസോ ഒന്നുമുള്ള ഡ്രസ്സസ് നിങ്ങൾ ഇടാനേ പാടില്ല. വളരെ പ്ലെയിൻ ആയിരിക്കണം. പിന്നെ ഗേൾസിൻ്റെ കേസിൽ ഇന്നേഴ്സ് പോലും മെറ്റൽ ഫ്രീ ആയിട്ടുള്ളത് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് വെറുതെ അൺവാണ്ടഡ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ വളരെ ലൈറ്റായിട്ട് രാവിലെ ഫുഡൊക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഒക്കെ നമ്മൾ അഴിച്ചു വെച്ചിരിക്കണം. കാരണം മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ റിപ്പോർട്ടിംഗ് ടൈമിൻ്റെ കുറച്ച് മുന്നേ തന്നെ സ്കൂളിലെത്തി. ആൻഡ് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മാത്രമാണ് കടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പാരൻസിനൊന്നും അനുവദിക്കുന്നതല്ല. ആൻഡ് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അഡ്മിറ്റ് കാർഡും നമ്മുടെ ID പ്രൂഫും അവർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടെ ഉണ്ട്. ആദ്യം നമ്മുടെ ഡ്രസ്സൊക്കെ അവർ പരിശോധിക്കും. നമ്മളൊരു മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ കടത്തിവിടും. പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നോക്കും. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഈ ഹെയർ ബണ്ണില്ലേ, മുടിക്കുടുക്കൊന്നും ഉള്ളിൽ അലൗഡ് ആയിരുന്നില്ല. സോ മുടിയൊക്കെ അഴിച്ചിട്ട് എക്സാം എഴുതേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം ഹോളിലേക്ക് കയറുന്ന മുന്നേ തന്നെ എല്ലാ ഓർണമെൻറ്റ്സൊക്കെ മാറ്റി എല്ലാ മെറ്റൽസൊക്കെ ഒഴിവാക്കിയിട്ടാണ് എക്സാം ഹോളിലോട്ട് കയറിയത്. രണ്ടാമത്തേത് ബയോമെട്രിക്സ്, അതായത് നമ്മുടെ തമ്പ് ഇംപ്രഷൻ അവരെടുക്കും. മൂന്നാമത്തേത് ഐറിസ് സ്കാൻ, നമ്മുടെ ഒരു ഫോട്ടോ എടുത്ത്. ഇത്രയും പ്രൊസീജിയേഴ്സ് കഴിയുമ്പോഴേക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എക്സാം ഹോളിലോട്ടേക്ക് കയറാം. ഇപ്പോൾ ഞാൻ എക്സാം ഹോളിൽ ഇരിക്കുകയാണ്. എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മക്കളെ, നിങ്ങൾ ഇത്രയും കാലം അത്ര അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീറ്റ് എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ വളരെ കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി ആയിട്ട് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുതണം. ഇനി എക്സാം ഹോളിൽ
നിങ്ങൾ ഏത് വേഴ്സ് സർക്കംസ്റ്റാൻസസ് ഹാപ്പൻ ചെയ്താലും അവിടുന്ന് പ്രോപ്പറായിട്ട് എക്സാം എഴുതാൻ റെഡി ആയിട്ടായിരിക്കണം പോവേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലപ്പം നമ്മുടെ ഹോളിലുള്ള ഇൻവിജിലേറ്റേഴ്സ് പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നേക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ചിലപ്പം നമ്മുടെ ഹോളിലുള്ള ഫാന് വർക്കിംഗ് ആയിരിക്കില്ല, ചിലപ്പോൾ നല്ല ചൂടെടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടത്തെ സീറ്റിലാണുള്ളതെങ്കിൽ നമുക്ക് ക്ലോക്കിൽ പ്രോപ്പറായിട്ട് സമയം നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ എന്ത് സാഹചര്യം ഉണ്ടായാൽ പോലും നിങ്ങൾ അതിലൊന്നും ഒരു പ്രശ്നവും കാണാതെ ഏറ്റവും പറ്റുന്ന രീതിക്ക് എക്സാം എഴുതാൻ നോക്കണം. ആൻഡ് ഇത്തവണ NTA എന്തായാലും വളരെ പ്രോപ്പറായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾ ഇത്രയും കാലത്തെ എഫേർട്സിനൊക്കെ വർത്ത് ആയിട്ടുള്ളൊരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.